പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പെരുമ്പാവൂരിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA-യുടെ നേതൃത്വത്തിലായിരുന്നു സദസ്സ്. ജനപ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ജനകീയ സദസ്സ് എൽദോസ് കുന്നപ്പള്ളി MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്നു. പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിലായിരുന്നു യോഗം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ഒരു ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഒട്ടേറെ ആളുകൾ ഈ സദസ്സിൽ പങ്കെടുത്ത് ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നിലവിൽ ഏറ്റവും അധികം പ്രശ്നം ഉന്നയിച്ചത് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന KSRTC റൂട്ടുകൾ കോവിഡ് സമയത്ത് നിർത്തലാക്കിയത് പലരും പുനരാരംഭിച്ചിട്ടില്ല. അത് പുനരാരംഭിക്കണമെന്നുള്ള ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മുന്നോട്ട് വെച്ചത്. അതുകൂടാതെ ഇന്നത്തെ അജണ്ടയിൽപ്പെട്ട പുതിയ റോഡുകൾ, പ്രൈവറ്റ് റോഡുകൾ നമ്മൾ കണ്ടെത്തി അത് ടെൻഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ വാഹന സൗകര്യമില്ലെങ്കിൽ ആ വാഹന സൗകര്യം കൊണ്ടുവരാൻ വേണ്ടി റോഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ യോഗമാണ് നടന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നടന്ന് വാഹനങ്ങൾ എത്രമാത്രം പോകാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം റോഡ് നല്ലതാണ്, അവിടെ ജനസാന്ദ്രത എത്രയുണ്ട് എന്നെല്ലാം പഠിച്ചിട്ട് ആ റോഡ് നോട്ടിഫൈ ചെയ്ത് അത് ടെൻഡർ ചെയ്ത് അത് സ്വകാര്യ വ്യക്തികൾക്ക് വാഹനം ഓടിക്കാൻ വേണ്ടി നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇനി ഈ ഒരു ലക്ഷ്യം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലെ ഗതാഗത കുരുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ റോഡുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ സ്റ്റഡി നടന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് SCMS-നെ കോളേജിനെ ചുമതലപ്പെടുത്തി ആ ഓഡിറ്റിന് ശേഷം ഒരിക്കൽ കൂടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കൂടി ഇരുന്ന് എങ്ങനെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയും, എങ്ങനെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും എന്നതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് AT അജിത് കുമാർ, രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി, ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ, മുടക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോളി, മൂവാറ്റുപുഴ RTO സുരേഷ് കുമാർ, പെരുമ്പാവൂർ ജോയിന്റ് RTO അരവിന്ദൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ദിലീപ് കുമാർ KG, നോബി VM, AMVI ഷിബു S, മണ്ഡലത്തിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. MLA-യുടെ അധ്യക്ഷതയിൽ കൂടിയ ഈ യോഗം വളരെ സജീവമായ ചർച്ചകൾ കൊണ്ടും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ കൊണ്ടും ഒക്കെ വളരെ സമ്പുഷ്ടമായിരുന്നു. ഇതിനകത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഓരോ അഭിപ്രായങ്ങളും വിശകലനം ചെയ്യുകയും പരിശോധിക്കുകയും അതിനകത്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണമാണ് യോഗം സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ബസ് സർവീസ് ആരംഭിച്ചിട്ടില്ലാത്തതും സർവീസ് നിർത്തിപ്പോയിട്ടുള്ളതും ആയ റൂട്ടുകളിൽ പുതുതായി ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിലുണ്ടായി. വേങ്ങൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ വിദൂര പ്രദേശമായ ഇടമലയാർ ഡാമിന് അപ്പുറത്തുള്ള പൊങ്ങൻചൂവട് ആദിവാസി കുടിയിലേക്ക് KSRTC ബസ് അനുവദിക്കണമെന്ന ആവശ്യവും യോഗം പരിഗണിച്ചു.
ഇപ്പോൾ അധ്യക്ഷനും മറ്റുള്ളവർ പറഞ്ഞത് ഗ്രാമവണ്ടി സ്വന്തം പുതിയ ആളുകൾ പുതിയ ബസ് ഇറക്കണം. ഗ്രാമവണ്ടി ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അത് അതിന്റെ മെറിറ്റ് അനുസരിച്ച് ഇതിന് ബന്ധപ്പെട്ടവര് KSRTC സ്വകാര്യ ബസ്സോ എന്താണെന്ന് വെച്ചാൽ ഉചിതമായ തീരുമാനമെടുത്ത് അതിൽ നമ്മുടെ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.